ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ടയുടെ ആക്റ്റീവ 60 ആണ് വണ്ടി. അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ചെറിയൊരു സൗണ്ട് കേട്ടിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് സൈലൻസറിൻ്റെ ബോൾട്ട് ഇവിടുന്ന് ഒടിഞ്ഞു പോയേക്കാണ് ഈ സൈഡ്. ഇത് അലുമിനിയം കേസ് ആയതുകൊണ്ട് തന്നെ നമുക്കത് വെൽഡ് ചെയ്തെടുക്കലൊരു റിസ്ക്കാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിൽ കറക്റ്റ് ചെറിയൊരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് അപ്പോൾ അത് അഴിഞ്ഞ് പോരാനായിട്ട് ഒരു അല്പം താമസം വന്നു. നല്ല രീതിയിൽ പണിപ്പെടേണ്ടി വന്നു. ഇതല്ലെങ്കിൽ പിന്നെ അത് ഫുള്ളായിട്ട് അഴിച്ച് ലെയ്ത്തിൽ കൊടുത്ത് ഡ്രിൽ ചെയ്തൊക്കെ എടുക്കേണ്ടി വരും. ഇത് ഒരുപാട് പാടുപെട്ടിട്ടാണ് നമ്മൾ തൊട്ടടുത്തുള്ള വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ കൊടുത്തത്. ക്ലിയർ ചെയ്ത് കുറേ സമയം പിടിച്ചു അത് ചെയ്ത് കിട്ടാനായിട്ട്. അപ്പോൾ എന്തായാലും നമ്മളതിൻ്റെ 2 ബോൾട്ട് കൂടി മാറ്റുന്നുണ്ട്. ഈ കമ്പനി വന്ന ബോൾട്ട് അത്ര പെർഫെക്റ്റ് അല്ല. കാരണം എന്താ, ഒട്ടുമിക്ക വണ്ടികളിലും ഏറ്റവും കൂടുതൽ ആക്റ്റീവ 60 മോഡലിലാണ് 6th ജനറേഷൻ വന്ന വണ്ടികളുടെ വന്നേക്കുന്ന ബോൾട്ടുകളാണ് ഒട്ടും ക്വാളിറ്റി ഇല്ലാത്തൊരു ഐറ്റം വന്നേക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അത് ഒടിഞ്ഞതുകൊണ്ട് തന്നെ 2 എണ്ണത്തിൻ്റെ മാറ്റി വിടുന്നുണ്ട്. അപ്പോൾ ബാക്ക് സൈഡിൽ നിന്ന് ചെറിയ സൗണ്ടായിട്ടായിരിക്കും നമുക്ക് കേൾക്കാം. ഒരു വൈബ്രേഷൻ സൗണ്ട് പോലെ, മെറ്റൽ ടു മെറ്റൽ ടച്ച് ആവുന്ന ഒരു സൗണ്ട് പോലെയാണ് ഫീൽ ചെയ്ത്. അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇത് നോക്കാം. ഇവിടെ 2 ബോൾട്ട് എന്തെങ്കിലും പൊട്ടിപ്പോയുണ്ടോ, ഒന്നോലെ മുകളിലത്തെ അല്ലെങ്കിൽ അടിയിലത്തെ അങ്ങനെ പൊട്ടൽ പതിവുണ്ട്. അപ്പോൾ ഇത് ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ബോൾട്ടും കൂടി നമ്മൾ മാറ്റിയിടുന്നുണ്ട്. ഇത് പിന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് അഴിക്കണം. കാരണം 60 മോഡൽ ആയതുകൊണ്ട് തന്നെ ഫ്യൂൽ ഇഞ്ചക്ഷനാണ്. അപ്പോൾ ബാറ്ററി കണക്ഷനൊക്കെ വിടിയിച്ചിടണം. പ്ലഗിൻ്റെ അഡാപ്റ്റർ കണക്ഷനൊക്കെ ഒന്ന് വിടിയിക്കേണ്ടതായിട്ടുണ്ട്. സാധാരണ ബോഡി അഴിച്ചിട്ട് വേണം അത് കൊടുക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് അതിലും വലിയ പ്രോബ്ലമായിട്ട് വരും. വർക്ക് കംപ്ലീറ്റ് ആവണുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ബിൽ അമൗണ്ടും ഡീറ്റെയിൽസും വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തേക്കാം.